കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് വന്ദനം. യൂദ 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ വിറ്റു. യേശുക്രിസ്തു തൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. യേശുക്രിസ്തുവിനെ അടിമയായി വിറ്റു. അടിമയായ നമ്മെ യേശു തൻ്റെ വിലമതിക്കാനാകാത്ത ജീവൻ കൊടുത്ത് സ്വതന്ത്രമാക്കി മാറ്റി. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 30 വെള്ളിക്കാശിന്റെ രഹസ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിനകത്ത് മറഞ്ഞുകിടക്കുന്ന ഹിഡൻ സത്യം എന്താണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കും. മിശിഹായുടെ കൂടെ നടന്ന അപ്പോസ്തലന്മാരിൽ ഒരുവനെന്ന് എണ്ണപ്പെട്ട, അധികാരവും ശക്തിയും ദൈവകൃപയാൽ ഉപയോഗിച്ച, രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരായി 3.5 വർഷം തന്നോടുകൂടെ ഉണ്ടായിരുന്ന യൂദ എന്ന പേരുള്ള അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ, നമ്മുടെ നാഥനായ ക്രിസ്തുവിനെ, പ്രപഞ്ചം സൃഷ്ടിച്ചവനെ, ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചവനെ, അവിടെയുള്ള യഹൂദ മത പുരോഹിതന്മാർക്ക് 30 വെള്ളിക്കാശിന് വിറ്റു. നമുക്കെല്ലാവർക്കും അറിയാം, യേശുവിനെ യൂദ ഒറ്റിക്കൊടുത്തു. പക്ഷെ യേശുവിനെ യൂദ ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യം, യേശുവിനെ യൂദ 30 വെള്ളിക്കാശിന് വിറ്റു എന്നാണ്. ഇവിടെ നടന്ന ഒരു ട്രാൻസാക്ഷനാണ്. യേശുവിനെ കൊടുത്തപ്പോൾ യൂദയ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. ഈ 30 വെള്ളിക്കാശിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, പഴയ നിയമത്തിലേക്ക് തന്നെയാണ് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പോകേണ്ടത്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അതായത് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നു, കാള ഒരു ദാസനെയോ ദാസിയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് 30 വെള്ളിക്കാശ് 30 ശേക്കൽ വെള്ളി കൊടുക്കണം. കാളയെ കൊന്നുകളയുകയും ചെയ്യണം. ഒരു ദാസന്റെയോ ദാസിയുടെയോ മരണം ആ ഒരു കാളയാൽ സംഭവിച്ചാൽ, കാളയുടെ ഉടമസ്ഥൻ ഈ ദാസനും ദാസിക്കും പകരമായിട്ട് 30 വെള്ളിക്കാശ് കൊടുക്കണം. അപ്പം ഒരു അടിമയുടെ വിലയാണ് 30 വെള്ളിക്കാശ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ യൂദ വിറ്റത് അടിമയുടെ വില കൊടുത്താണ്. അപ്പം തൻ്റെ കൂടെ നടന്ന തൻ്റെ ഗുരുവിനെ, തനിക്ക് അധികാരം കൈമാറിയവനെ, തനിക്ക് അപ്പോസ്തോലിക പദവിയിലേക്ക് കൊണ്ടുവന്നവനെ, ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തന്നെ തെരഞ്ഞെടുത്ത അവിടുത്തെ ഗുരുവിനെ, യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രനെ യൂദ വിറ്റത് 30 വെള്ളിക്കാശ് എന്ന ഒരു അടിമയുടെ വില കൊടുത്താണ്. അപ്പൊ യേശുവിനെ അവൻ കണ്ടത് അടിമയായിട്ടാണ്. യേശു യൂദയെ കണ്ടത് അപ്പോസ്തലനായി കണ്ടു. യൂദ യേശുവിനെ ഒരു ദാസനായി, ഒരു സ്ലേവായി കണ്ടു. കാണാനൊരു കാരണം മറ്റൊന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ദൈവത്തോടുള്ള സമർത്ഥം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മൾ കാണും. ദൈവത്തോട് സമത്വത്തിലിരിക്കുകയും ദൈവത്തിന്റെ മുഴുവൻ സത്തയിലും ഇരിക്കുന്ന മിശിഹ ആ ദൈവസ്വരൂപം, ദൈവത്തോടുള്ള അനുരൂപതയെ വിട്ടുകളഞ്ഞിട്ട് മനുഷ്യരൂപമെടുത്തു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് പറയുന്നു, വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു. യേശുക്രിസ്തു കൃത്യമായി മനുഷ്യവേഷത്തിൽ വരുമ്പോൾ അത് ദാസരൂപമാണെന്നും അത് സ്ലേവിന്റെ രൂപമാണെന്നും അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ, യൂദ ആ കോൺസെപ്റ്റിൽ യേശുവിനെ വിൽക്കുമ്പോൾ യൂദ അറിഞ്ഞില്ല താൻ കൊടുത്തത് കൃത്യമായ പണത്തിനാണ് വിറ്റത്. യേശുവിനെ വിറ്റത് കൃത്യമായ പണത്തിന്. കാരണം യേശു അടിമയുടെ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. താൻ അറിഞ്ഞോ അറിയാതെയോ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് 30 വെള്ളിക്കാശ് വാങ്ങുമ്പോൾ അവൻ അറിഞ്ഞില്ല അവന്റെ ഗുരുനാഥൻ
മനുഷ്യവേഷത്തിൽ, ദാസരൂപത്തിൽ അടിമയായി വന്നവനാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ്, ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് സെക്കറിയ പ്രവാചകൻ 11-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ കുറിച്ച്, ലെബനോനിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഇടയനായി ഒരു റാമ പോലെ താൻ സംസാരിക്കും. യഹോവയായ ദൈവത്തിന് പകരമായി ഇസ്രായേലിലെ ആട്ടിൻകൂട്ടത്തെ കണ്ടിട്ട് ദൈവത്തിന്റെ ദാസനായ പ്രവാചകനായ സെക്കറിയാവ് സംസാരിക്കുന്നത് കാണാൻ പറ്റും. സെക്കറിയാവ് അവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. സെക്കറിയാവിന്റെ പ്രവചനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 മുതലുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം, ഞാൻ അവിടേക്ക് ഒന്നും പോകുന്നില്ല. അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചു. ഞാൻ അവരോട്, സെക്കറിയാവ് ആക്ടിങ് ലൈക്ക് ഗോഡ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവിൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. ഇത് ദൈവം ഒരു ഇടയനായി വന്നിരിക്കുന്നു. ഇടയന്റെ വില, കൂലി 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കേൾപ്പ. ദൈവത്തിന് ഇസ്രായേൽ ഇട്ടിരിക്കുന്ന മതിപ്പ് വില 30 വെള്ളിക്കാശ്. ഇവിടെ സെക്കറിയാവ് 500 വർഷത്തിന് മുമ്പ് യൂദ ചെയ്ത ആ പ്രവൃത്തിയെ രേഖപ്പെടുത്തുമ്പോൾ പറയുകയാണ്, യഹോവ പറയുന്നു, അതിനെ ഭണ്ഡാരത്തിൽ ഇട്ടുകളക. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കാണാനായിട്ട് പറ്റും. യൂദ മിശിഹ മരിച്ചു എന്നറിഞ്ഞിട്ട് താൻ വാങ്ങിയ യേശുവിനെ വിറ്റ കാശ് തൻ്റെ കയ്യിൽ പണക്കിഴിയായിരിക്കുമ്പോൾ ദുഃഖം കൊണ്ട് ഓടിച്ചെന്ന് ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് സെക്കറിയാവിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില എന്നത് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു. മലയാളത്തിൽ വായിക്കുമ്പോൾ അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു എന്ന് എഴുതിയേക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ ഒറിജിനൽ ഭാഷ, ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്, ഞാനതിൻ്റെ ട്രൂ ഒറിജിനൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, KJV കൊടുത്തിരിക്കുന്നത്, വായിക്കാം. സെക്കറിയാവിന്റെ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, and the Lord said unto me, cast it unto the potter. Cast it unto the potter. ഭണ്ഡാരം എന്ന് എഴുതി കൊടുത്തിരിക്കുന്നത് പോട്ടർ എന്ന് പറയുക, കുശവന്റെ പക്കലേക്ക് ഇത് എറിയുക. A godly price that I was priced at of them. അവർ എനിക്ക് നൽകിയ മതിപ്പ് വരെ. And I took the 30 piece of silver and cast them to the potter in the house of the Lord. ദൈവഭവനത്തിലുള്ള കുശവന്റെ പക്കലേക്ക് ഇത് കൊടുക്കും. ഈ മണി ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദ ഭണ്ഡാരവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഹൗസ് ഓഫ് ദ ലോർഡ് ആൻഡ് പോട്ടറുമായി കണക്ട് ചെയ്യും. മലയാളത്തിൽ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഒറിജിനൽ പരിഭാഷയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ആൻഡ് they cast them to the potter in the house of the Lord. ആർക്ക് എറിഞ്ഞു കൊടുത്തു? കുശവന്റെ കയ്യിൽ എറിഞ്ഞു കൊടുത്തു. എവിടെയുള്ള? ദേവാലയത്തിലുള്ള. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഹൗസ് ഓഫ് ദ ലോർഡ് ആൻഡ് ദ പോർട്ടർ. നമ്മൾ ഇനി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ചിത്രം ഇങ്ങനെയാണ്. പുലർച്ചയ്ക്ക് മഹാപുരോഹിതനും ജനത്തിന് മൂപ്പനും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ടു, അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരെ അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടിഞ്ഞാണ് ചത്തുപോയി. മഹാപുരോഹിതന്മാർ വെള്ളിക്കാശ് എടുത്ത്, അത് രക്തവിലയാകയാൽ, ബ്ലഡ് മണിയാകയാൽ ശ്രീഭണ്ഡാരത്തിലിടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ. അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്കതിനെ അക്കൽദാമ എന്ന് കാണാൻ പറ്റും. നോക്കിക്കേ, കുശവന്റെ നിലം വാങ്ങും. എന്തിന്? പരദേശികളെ കുഴിച്ചിടുവാൻ.
ഗ്ലോറി ടു ഗോഡ്. ഈ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഡെത്ത് ആൻഡ് ബറിയൽ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മിശിഹാ തമ്പുരാനെ ഏറ്റവും ചീപ്പായിട്ട് വിറ്റു. വെറും 30 വെള്ളിക്കാശ് എന്ന ഒരു അടിമയുടെ വില. പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ഓണറിന് യഹൂദ മതപുരോഹിതൻ ഇട്ട വില ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസ്. ലോകത്തെ ഏറ്റവും ചീപ്പസ്റ്റ് വ്യാപാരം നടന്നത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ലോക്കൽ മാർക്കറ്റിലല്ല. ചീപ്പസ്റ്റ് മാർക്കറ്റ്, ചീപ്പസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നത് നമ്മുടെ കർത്താവുമായി ബന്ധപ്പെട്ടത്. ലോകനാഥനെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവിനെ 30 വെള്ളിക്കാശ് മതിച്ചു. വിലമതിക്കാനാകാത്തവനിട്ട വില 30 വെള്ളിക്കാശ്. എനിക്കൊന്ന് കർത്താവ് അത് സമ്മതിച്ചു. നീ വിറ്റോ, കാരണം നീ എന്നെ ചീപ്പായിട്ട് വിറ്റാൽ മാത്രമേ എനിക്ക് അവരെ വില കൂടിയത് കൊടുത്തു വിൽക്കാൻ പറ്റൂ, വാങ്ങാൻ പറ്റൂ. അതായത് യേശുവിനെ വിലയില്ലാത്തവനായി വിറ്റെങ്കിൽ വിലമതിക്കാനാകാത്ത ക്രമത്തിൽ ആ വിറ്റവരെ തിരിച്ചു വാങ്ങണമെങ്കിൽ യൂദയെ നീ ഈ ട്രാൻസാക്ഷൻ നടത്തിയേ പറ്റൂ. ട്രാൻസാക്ഷൻ നടത്തിയേ പറ്റൂ. ദാസരൂപമെടുത്തവന് 30 വെള്ളിക്കാശിൽ കൂടുതൽ എന്താ വില? നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യൂദ യേശുവിനെ വിറ്റപ്പോൾ യൂദയ്ക്ക് ഒരു പണക്കിഴി കിട്ടി. യേശു ആ വിൽക്കപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോ തൻ്റെ വിലയേറിയ ജീവൻ കൊടുത്ത് തൻ്റെ വിശുദ്ധ ജനത്തെ വീണ്ടെടുപ്പ് വില കൊടുത്ത് തിരിച്ചു. മനുഷ്യർ യേശുവിനിട്ട വില അടിമയുടെ വിലയെങ്കിൽ യേശു തൻ്റെ ജനത്തിനിട്ട വില അവിടുത്തെ ജീവന്റെ വിലയാണ്. സ്തോത്രം. അടിമയുടെ വിലയിൽ വിൽക്കപ്പെട്ടവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വിലയുള്ളത് കൊടുത്ത് തനിക്ക് വേണ്ടവരെ വാങ്ങി. പക്ഷെ ഇതിനകത്ത് രസകരമായ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇത് പരദേശികളെ അടക്കുവാനുള്ള നിലം വാങ്ങാൻ മിശിഹായെ വിറ്റ പണം അവർ ഉപയോഗിച്ചു. ഈ അടക്കുവാനുള്ള ഇടം എപ്പോഴും നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റിൽ പോകുമ്പോൾ ദൈവം പറയുന്ന, ദാനിയേലിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീയോ സമാധാനത്തോടെ പോയി വിശ്രമിച്ചു കൊള്ളുക. ടേക്ക് റെസ്റ്റ്. എവിടെ? ശ്മശാനത്തിൽ. അപ്പൊ ശ്മശാനം എന്ന് പറയുന്നത് ഓൾഡ് കവനന്റിന്റെ ചിന്തയിൽ വിശ്രമ സ്ഥലാണ്. മിശിഹാ തമ്പുരാനെ വില കൊടുത്തു വാങ്ങിയ യേശുക്രിസ്തുവിനെ വിറ്റ പണം, ആ പണത്തിന് ഒരു സ്ട്രേഞ്ചേഴ്സിന് വിശ്രമിക്കാനുള്ള പോട്ടേഴ്സ് ഫീൽഡ് വാങ്ങി എന്ന് വിശുദ്ധ ബൈബിൾ. ഒരിക്കൽ നമ്മളും അങ്ങനെ തന്നെ പരദേശികളും ദൈവഗ്രഹത്തിൽ നിന്ന് അന്യരും വാക്തത്വവുമായിട്ട് ബന്ധമില്ലാത്തവരുമായിരുന്ന നമ്മൾ, പരദേശികളായിരുന്നവർ നമ്മൾ, അന്യരായ നമ്മൾ വിശ്രമിക്കേണ്ടതിന്, ആനന്ദം കണ്ടെത്തേണ്ടതിന് യഹൂദന്റെ നാട്ടിൽ, ഉടമ്പടിയുടെ നാട്ടിൽ, വാക്തത്വ ഭൂമിയിൽ, യഹോവയുടെ സ്വന്തം വാക്തത്വ ഭൂമി, ഓൾഡ് കവനന്റ് ലാൻഡിൽ പരദേശികൾക്ക് വേണ്ടി ഒരു പീസ് ലാൻഡ് വാങ്ങി. ആ ലാൻഡിന്റെ വില പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവപുത്രന്റെ മതിപ്പ് വിലയാണ്. എന്ന് പറഞ്ഞാൽ പരദേശികളായ എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനോടൊപ്പമുള്ള സൗജന്യമായ അനുഗ്രഹീതമായ വിശ്രാമത്തിന് വേണ്ടി, പ്രവേശനത്തിന് വേണ്ടി അന്യരും പരദേശികളുമായ നമുക്ക് വിശ്രമം കൊള്ളാം. ആത്മീയമായി ഞാൻ പറഞ്ഞാൽ അവനോടുകൂടെ ആ വലിയ സാബത്തിൽ പ്രവേശിപ്പാൻ, ആ വാക്തത്വ ഭൂമിയിലേക്ക് പ്രവേശിപ്പാൻ ഒരു ജാതികൾക്കും അവകാശമില്ലാത്ത, ഒരു മറ്റ് ഇതര നേഷൻസിൽ ഒരാൾക്കും വാങ്ങാൻ പറ്റാത്ത വാക്തത്വ ഭൂമിയിൽ ഒരു പീസ് ലാൻഡ് യേശുക്രിസ്തുവിന്റെ മതിപ്പ് വിലയ്ക്ക് വാങ്ങിയിട്ടിട്ട് മനുഷ്യരാശിയിലെ മുഴുവൻ ജനതയോടും പറഞ്ഞു, യു ക്യാൻ കം ആൻഡ് റെസ്റ്റ് ഹിയർ ബിക്കോസ് ദിസ് പ്രോപ്പർട്ടി ഈസ് പർച്ചേസ്ഡ് ബൈ ദ വാല്യൂ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, പഴയ നിയമത്തിലെ ജനതയെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നു.
ലോകത്തെ മുഴുജാതികൾക്കും പരദേശികൾക്കും അവന്റെ മതിപ്പ് വില കൊണ്ട് ഉള്ള ലാൻഡിൽ വിശ്രാമത്തിന് അവകാശം ലഭിച്ചു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വീണ്ടെടുത്തിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഓൾഡ് ടെസ്റ്റമെന്റ് ജനത്തിന് വീണ്ടെടുപ്പ്, മറ്റ് ഇതര ജനതയ്ക്ക് പുത്രത്വം. ധൈര്യമായി വന്നവനോടുകൂടെ താമസിക്കാൻ. He purchased a family. He purchased a loving people. യൂദയ്ക്ക് കിട്ടിയത് കിലുങ്ങുന്ന കുറച്ച് 30 കാശ്. യേശുവിന് കിട്ടിയത് ആനന്ദിച്ച് തുള്ളിച്ചാടി സന്തോഷിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഒരു കുടുംബം. യേശുവിന് അവരിട്ട വില 30 വെള്ളിക്കാശ്. യേശു തന്റെ സ്വജനത്തിനിട്ട വില തന്റെ ജീവന്റെ വില. ഹല്ലേലൂയ. അപ്പൊ 30 എന്ന് പറയുന്ന ഈ സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. യൂദ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലിട്ട പണമെടുത്തവർ പരദേശികൾക്ക് അടക്കം ചെയ്യാൻ വേണ്ടി കുശവന്റെ നിലം വാങ്ങൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ നേഷൻസ്, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സ്ട്രേഞ്ചേഴ്സ്, ഏലിയൻസ്, മറ്റ് ഇതര ലോകത്ത് ആരും അറിയാത്തവർ, ആർക്കും വേണ്ടാത്തവർ, ഉടമ്പടിയുമായി ബന്ധമില്ലാത്തവർ, ദൈവിക ഉടമ്പടിയുടെ പുറത്ത് ജീവിച്ചിരുന്നവർ. അവർക്ക് അകത്തേക്ക് പ്രവേശനം ലഭിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മതിപ്പ് വിലയാണ്. നമുക്കിട്ട വില യേശുവിന്റെ മതിപ്പ് വിലയും. ന്യായപ്രമാണത്തിൽ ഇരുന്നവരെ വിടുവിക്കാൻ തന്റെ രക്തം ചിന്തി. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കൺക്ലൂഡ് ചെയ്ത പത്രോസ്, നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പൊന്ന് വെള്ളി എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുഞ്ഞാടിന്റെ നിർമ്മലവും നിർദോഷവും വിലയേറിയതുമായ രക്തം കൊണ്ടത്രേ വിലയ്ക്ക് വാങ്ങി. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാം. ഈ സന്ദേശം ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആകാശവും കാണുന്ന മുഴുവൻ പ്രപഞ്ചവും സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രന് ലോകം കൊടുത്തത്, വിറ്റത്, യേശുവിനെ വിറ്റത്, എനിക്കെന്താ പറയുക, വിറ്റുകൊടുക്കുമല്ല, വിറ്റു. യേശുവിന് കൊടുത്ത മതിപ്പ് വില 30. യേശു തന്റെ ജനത്തിന് കൊടുത്ത മതിപ്പ് വില തന്റെ അവസാനത്തെ തുള്ളി രക്തം. അപ്പൊ ജീവന്റെ വിലയുള്ളവരാ നിങ്ങളെന്ന് അപ്പം മറക്കരുത്. മനുഷ്യർ ദൈവത്തിനിട്ട വില നിസ്സാരം, ചീപ്പ് പ്രൈസ്. വിലയ്ക്ക് വാങ്ങിയതോ എക്സ്ട്രാ വകന്റ്, ഒരിക്കൽ പോലും വിലമതിക്കാനാകാത്ത പണം കൊടുത്ത് നമ്മെ. മഹാദൈവവും നമ്മുടെ കർത്താവുമായവൻ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കും ക്രിസ്തുവിനോടുള്ള ലവിൽ, സ്നേഹത്തിന്റെ ആഴത്തിൽ മുന്നേറാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all. Thank you.